അസ്സലാമലൈക്കും. ഞാൻ അബ്ദുള്ള. ഞാനിന്ന് ചെറിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു സ്വപ്നം അത് ഇൻഷാ അള്ളാ യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. അപ്പോ ആ ഒരു സന്തോഷം നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോ എന്റെ ജീവിതത്തില് ഇന്ത്യൻ ജേഴ്സി ധരിക്കുക എന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. ഇന്ത്യൻ ജേഴ്സി ഇടുക എന്നുള്ളൊരു സ്വപ്നം എന്റെ ജീവിതത്തില് എനിക്ക് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് ഇൻഷാ അള്ളാ. അത് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ, അത് നടക്കുകയാണെങ്കിൽ, ഞാൻ ഇനിയും ആ ജേഴ്സി ധരിച്ചിട്ട് ഒരു വ്ളോഗായിട്ട് വരുന്നതാണ്. ഒരു കൂട്ടം ഉം, ഒരു കൂട്ടം പ്രവാസി സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഈ ഒരു ആഗ്രഹം എനിക്ക് നിറവേറി കിട്ടുന്നത് ഇൻഷാ അള്ളാ. അതിന് ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയാൻ ജബ്ബാർക്ക, അതേപോലെ തന്നെ ഫവാസ് ക, സുധീഷ് ഏട്ടൻ, ഒരുപാട് പേര് പറയാനാണെങ്കിൽ വീഡിയോ ദീർഘിപ്പിച്ചിട്ട് വീഡിയോ ടൈം കൂടി പോകും. അതുകൊണ്ടാണ് പറയാത്തത്. പറയാനുണ്ടെങ്കിൽ ഒരുപാട് പേരെ പറയാനുണ്ട്, ഒരാളിലൊന്നും ഒതുങ്ങില്ല. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുടെയും എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ ഒരു 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 സന്തോഷത്തിന്റെ ഒരു സ്റ്റേജില് ഞാൻ ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോവാൻ കഴിയുകയുള്ളൂ. വോളിബോൾ കൊണ്ട് നിനക്ക് എന്താണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, ഞാന് പേരോ പ്രശസ്തിയോ നേടാൻ നോക്കുകയല്ല. എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളും എനിക്ക് കിട്ടിയ വലിയ സമ്പാദ്യമായി, വലിയ അർജുന അവാർഡ് പോലെ ഞാൻ കാണുന്നു എന്നതാണ്. എനിക്ക് വോളിബോൾ കൊണ്ട് പേരോ പ്രശസ്തിയോ നേടേണ്ടതില്ല. വോളിബോൾ ഒരിക്കലും എന്നെ പോലെ ആവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കുറെ ആയി വ്ളോഗ് ചെയ്തിട്ട്, അപ്പൊ ഇതൊരു കണ്ടന്റ് ആക്കി എനിക്ക് ഇടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇത് ചെയ്യുന്നത്. ആദ്യം ഇന്ത്യന്റെ ചേച്ചി ഒന്ന് അടിച്ചു കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഞാന് ഇവിടെയൊക്കെ ചോദിച്ചു. അപ്പൊ ഒറ്റ പീസായിട്ട് കിട്ടില്ല. അപ്പോ അത് UAE നിന്ന് ചെയ്തു തരാന്ന് പറഞ്ഞ് ഒരു ഒരു കൂട്ടം പ്രവാസി സുഹൃത്തുക്കള് എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അൽഹംദുലില്ലാ അതെനിക്ക് അടിച്ചു കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ചെയ്തു തരാ എന്ന് പറഞ്ഞ നവാസ് കാക്കും ജബ്ബാർ കാക്കും അതേപോലെ തന്നെ നമ്മുടെ ഫവാസ് കാക്കും ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. വോളിബോൾ കൊണ്ട് എനിക്ക് പേരോ പ്രശസ്തിയോ നേടേണ്ടതില്ല. വോളിബോളിനെ എന്നിലൂടെ രക്ഷപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹം. വോളിബോൾ കൊണ്ട് പേരെടുക്കാൻ നോക്കണ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും എൻ്റെ മാതാപിതാക്കളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും പിന്തുണയും ഇനിയും ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ അബ്ദുള്ള. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ഫവാസ് ഖാനെ പറ്റി പറയേണ്ടതാണ്. ഫവാസ് ഖാൻ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഫവാസ് ഖാൻ. അതേപോലെ തന്നെ നമ്മുടെ ജബ്ബാർ ഖാ, അതേപോലെ തന്നെ ഗഫൂർ ഖാ, സലാം ഖാ, റൈസ് ഭായ്, മജീദ് ഖാ. പേര് പറയുന്ന ഒരുപാടുണ്ട്, അതുകൊണ്ട് പേര് പറയുന്നില്ല. അവരൊക്കെ എന്നെ കാണാൻ വരികയും എന്നെ നല്ലതുപോലെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുന്ന വ്യക്തികളാണ്. അവർക്കൊക്കെ അല്ലാഹു തആല അർഹമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. അവർക്കൊക്കെ സന്തോഷവും സമാധാനവും വിജയവും നൽകി അല്ലാഹു തആല അവരുടെ കുടുംബത്തിലും അവരുടെ നാട്ടിലും വീട്ടിലും എല്ലാം, അവരുടെ പ്രവാസി ജീവിതത്തിലും എല്ലാം അല്ലാഹു തആല അവർക്ക് വിജയവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് പറയാൻ എൻ്റെ മാതാപിതാക്കളുടെ വിലയേറിയ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്നും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ഞാൻ നോക്കില്ല. അതൊക്കെ ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഞാൻ എടുക്കുള്ളൂ. എന്നിട്ട് അതിലൂടെയാണ് ഞാൻ മുന്നേറുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ വോളിബോൾ പ്രേമികളുടെ സ്വന്തം രാജ്യാന്തര വോളിബോൾ പ്രേമിയായി
ഈ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പേര് പറയുമ്പോൾ നീ പൊങ്ങച്ചം കാണിക്കാന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ പൊങ്ങച്ചം കാണിക്കില്ല. എനിക്ക് ആ പേരൊരു വലിയൊരു അവാർഡ് പോലെയാണ്, വലിയൊരു ഒരു അംഗീകാരം പോലെയാണ്, ഒരു ഒരു സ്നേഹത്തിന്റെ ഒരു പേര് പോലെയാണ് ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് പേരോ പൊങ്ങച്ചോ എനിക്കൊന്നും വേണ്ട. ഈ ദുനിയാവിൽ പേര് പ്രസിദ്ധി ഉണ്ടാക്കിയിട്ട് ഒറ്റ ഒരു കാര്യമില്ല മക്ക. അവസാനം പോകുന്നത് 6 അടി മണ്ണിലേക്കാണ്. ഈ ദുനിയാവല്ല ജീവിതം, 6 അടി മണ്ണാണ് ജീവിതം, ആഹാരമാണ് ജീവിതം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, വിലയേറിയ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക, ഐശ്വര്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കുക. പ്രത്യേകിച്ച് എന്നെ എന്നെ നിങ്ങളെല്ലാവരും ഓർക്കുക, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. എന്നെയും എൻ്റെ കുടുംബത്തെയും എന്നെ സ്നേഹിക്കുന്നവരെയും എന്നെ സഹായിക്കുന്നവരെയും എന്നെ പിന്തുണയ്ക്കുന്നവരെയും നിങ്ങൾ ആത്മാർത്ഥമായി ദുആകളിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് എൻ്റെ വിലയേറിയ പ്രാർത്ഥനയിലും നിങ്ങളുണ്ടാവും. എൻ്റെ പ്രിയപ്പെട്ട ജാഫർ സഖാഫി മൈലാമ്പാടം മണ്ണാർക്കാട് ഉസ്താദിനെയും ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ് പ്രാർത്ഥനയിൽ. പ്രത്യേകിച്ച് എൻ്റെ മാതാപിതാക്കള്, എൻ്റെ ഉസ്താദ്, എന്നെ സ്നേഹിക്കുന്നവര്, എന്നെ സഹായിച്ചവര് എല്ലാവരെയും ഓർക്കുക. എൻ്റെ മാതാപിതാക്കളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ ഉള്ളത്. ഓരോ വ്യക്തികൾക്കും ഓരോ നിയോഗങ്ങളാണ്. എൻ്റെ അടുത്ത് പലരും ചോദിക്കുക നിനക്ക് വല്ലതും പഠിച്ചൂടെ, നിനക്ക് വല്ലതും വേറെ വല്ലതും ചിന്തിച്ചൂടെ, വേറെ വല്ലതും ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കും. എൻ്റെ നിയോഗം അതിങ്ങനെ. ഓരോ വ്യക്തികൾക്കും അല്ലാഹു തആല ഓരോ ദുനിയാവിൽ ഓരോ ക്യാരക്ടർ അവർക്കനുസരിച്ചുള്ള ഓരോ റോള് കൊടുത്തിട്ടുണ്ട്. ആ റോള് വെച്ച് മുന്നോട്ട് പോകുക എന്നത് മാത്രം. അല്ലാഹ് എന്ത് നിയോഗം വെച്ചോ അതേ ഈ ദുനിയാവിൽ നടക്കുകയുള്ളൂ. സ്നേഹത്തോടെ അബ്ദുള്ള, രാജ്യാന്തര വോളിബോൾ പ്രേമി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.